മെലിഞ്ഞിരിക്കുന്നോണ്ട് ശരിയാണ് കുറച്ച് മെലുത്ത് തോന്നിക്കും. ഫോട്ടോഷൂട്ടിനായിട്ട് ഞാൻ പോവുകയാണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ കരിയൊക്കെ വരച്ചിട്ടുണ്ട്. താഴെയാണ് അതിനുണ്ടെന്നത്. ഞാൻ ആദ്യമായിട്ട് അവിടെ പുള്ളിക്കാരനെ കാണുന്ന എനിക്ക് അറിയത്തോലുമില്ല ആരാണ്. അവിടെയുണ്ട്. ഈ സൈഡ് നോക്കി ഒന്ന് ചിന്ന ഔട്ട് എന്താ കേട്ടില്ല. ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞു. ഓ 1 2 3 എന്നാണല്ലേ പറഞ്ഞത്. ഞാൻ വേറെന്തൊക്കെ. ഓക്കെ എൻ്റെ വീഡിയോ അല്ല ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു. ബാക്കി എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയി. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ ഓരോരുത്തർക്ക് സിംഗിൾ ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ സിംഗിൾ ഷോട്ട് എടുത്തു കഴിഞ്ഞു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. 5-6 ഫോട്ടോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഹീ 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 എന്നങ്ങനെ നിന്ന് അങ്ങ് എടുത്ത് തീർന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അയ്യോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിയലായിരിക്കും കേട്ടോ. വീട്ടിലുള്ള കാര്യങ്ങളുണ്ടാവും, നമ്മുടെ ഓബൈത്തമാരുടെ സാധനങ്ങളുണ്ടായിരിക്കും, താജ് ഗ്രീൻ കോവിലുണ്ടായിരിക്കും, കൂട്ടുകാരോടെ ഉണ്ടായിരിക്കും, വാസുവിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. മൊത്തം അവിയലാണ്. എല്ലാവരും ഇന്ന് കാണണം കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നീ എന്താ മറ്റുള്ളവരെ പോലെ ലോങ് വീഡിയോസ് വെക്കാത്തതെന്ന്. അതുകൊണ്ട് ഇത് ആ ചോദിച്ചവരെ സന്തോഷിപ്പിക്കാനായിട്ട് 1/2 മണിക്കൂർ വ്ളോഗായിരിക്കും. പ്ലീസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഷാനി അവരെന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സൈഡില് ചേഞ്ച് ഒന്നും വരുന്നില്ല. എന്തെങ്കിലും ഒന്ന് കുറച്ച് എന്തെങ്കിലും കേറാം. അല്ല ഓസി എന്റെ അടുത്ത് വന്നത് ഓസി അമേസിങ്. ഞാൻ എൻ്റെ ഇടയിൽ വരാം. ഞാൻ എൻ്റെ ഇടയിൽ വരാം. ഓസി എൻ്റെ അടുത്ത് വന്നു. അയ്യോ അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചെയ്യും. അങ്ങനെ വരട്ടെ. അമ്മ ഓസി തിരിച്ചു വന്നിട്ട് അമ്മ അച്ഛനെ ഓസി നിന്ന് കറക്റ്റ് കയ്യിൽ പിടിച്ചോ. ബ്രൈറ്റ് ആയിട്ട് സ്മൈൽ. നോക്കാനല്ലേ പറഞ്ഞോളൂ. കുറച്ച് എക്സൈറ്റ്മെന്റ് ഉള്ള ചിരി. നോക്കട്ടെ നമ്മുടെ എക്സൈറ്റ്മെന്റ്. ഇങ്ങനെ ട്വിസ്റ്റ് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അല്ല നടുക്കുള്ള ഞാൻ നിന്ന പോരെ. നമുക്ക് ചേർന്ന പൊസിഷൻ ചെയ്താൽ ചേർന്ന് പൊസിഷൻ ചെയ്താൽ അതിനി പറയണ്ട. ഞാനും അമ്മ നമ്മുടെ സിംഗിൾ എൻ്റെ ഫോണിൽ ഡുവൽ ക്യാമറ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടും ബാക്കും അറ്റ് ദ സെയിം ടൈം.
One second, just hold that. Actually, you really look very good with that golden one. അത് വേണ്ട, അത് വേണ്ട. കൊള്ളാം അല്ലേ? ഇഷാനി എടുക്കാം, നമുക്ക് നമ്മളെ വരുത്താം. ഇതാണ്ടാ പരസ്യം പോലെ അമ്മു ചെയ്ത പരസ്യം ഇതാണ്. ഡുവൽ ക്യാമറ. നമ്മളെ എടുക്കാം, അപ്പുറത്തേക്ക് നാളെ എടുക്കാം. കൊള്ളാം അല്ലേ? ഓപ്പോ റെനോ 6. എന്റെ പഴയ ഓപ്പോ അടിച്ചു പോയി. അത് സാംസങ് വാങ്ങിക്കാം. പൊളി പൊളി പൊളി. ഹൻസിക്കയുടെ സ്ട്രെസ് ഡാൻസ് ആണ് അതല്ലേ? സ്ട്രെസ് ഡാൻസ്. പൊളി 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 പൊളി. ഇനി നമുക്ക് നമ്മൾ രണ്ടുപേരും എടുക്കാം, ബാക്കി അവരെ എടുക്കാം. നമ്മളും ഉണ്ട്, അവരും ഉണ്ട്. ഞാൻ പുതിയ ഓപ്പോന്റെ പരസ്യം. നമ്മളും ഉണ്ട്, അവരും ഉണ്ട്. ഒട്ടും കൊതുവില്ല. കൊതു നമ്മളും ഉണ്ട്, അവരും ഉണ്ട്. ഹലോ. ഒരു ക്യാമറയിലൊക്കെ വരാൻ താല്പര്യമുള്ള ആൾക്കാർ തിരിച്ച് വീണ്ടും വരും, എത്തിയൊക്കെ നോക്കിയിട്ടൊക്കെ പോകും. അങ്ങനെയല്ല, വെറുതെ തള്ളിക്കൊണ്ട് നിൽക്കും. ക്യാമറ കാണുമ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ ഇടയിൽ വന്ന് എത്തി നിൽക്കും. എനിക്ക് വരാൻ താല്പര്യമില്ല, എല്ലാവരും കൂടി നിർബന്ധിച്ചു. ഇപ്പൊ ആ ചെടി വെറുതെ ഇങ്ങനെയാണ് അവർ നോക്കുന്നത്. ക്യാമറയിൽ എത്തി നോക്കും. ഞാൻ ഇപ്പുറത്ത് വരാം. ഇപ്പൊ നമ്മൾ 3 പേരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഡുവൽ ക്യാമറ അല്ലേ? No, I am taking a vlog on Onam. I will fill this in that. ഞാൻ എൻജോയ് ചെയ്തിരുന്നു. അല്ല എനിക്ക് അറ്റ്ലീസ്റ്റ് Chin down, chin down. Chin down, look down, chin down. Yeah, smile. അമ്മേനെ നോക്കട്ടെ. അമ്മയുടെ മേളിൽ നമുക്ക് കാഷ്വലായിട്ട് നടന്നു വരാം, സംസാരിച്ചിട്ട് ഫ്രീ നോക്കാം. മാറ്റി തരും. റെഡിയാണോ? ഇവിടെ എന്നാ കുഴപ്പമില്ലല്ലോ. എങ്ങനെയാണ്? കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. അതുകൊള്ളാം. ആ ഒരു എടുക്കണം. 5 മണിക്ക് സാധാരണ 5:30ക്കുള്ള ലൈറ്റിംഗ് ഇല്ലല്ലേ? ആ സണ്ണിന്റെ മഴ പെയ്തുകൊണ്ട് ഇപ്പൊ ക്ലൗഡ്സ് ഒക്കെ ഇരുണ്ടിരിക്കുക അവിടെ. എന്റെ മൊബൈൽ എന്റെ ഫോണിൽ വ്ലോഗ് എടുക്കും. ഒരുവിധം ഫോട്ടോ ഒക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഓപ്പോയിലാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഐഫോൺ വീട്ടിലായി, അതുകൊണ്ട് ഞാൻ ചെറിയൊരു മെഴുക് സ്റ്റാച്ചു പോലെ ഉണ്ട് കാണാൻ. ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളതും, ചിലപ്പോൾ വാസുവിൻ്റെ വീട്ടിലെ ഫോട്ടോഷൂട്ടും, പിന്നെ ഓണം നമ്മളെല്ലാവരും സദ്യ കഴിക്കാൻ പോകുന്നതും ഒക്കെ ആയിരിക്കും. ഇവിടെ ഉള്ളത് അങ്ങനെ അധികമില്ല. ഇവിടെ ഉള്ള മെയിൻലി ഇഷാനി ആയിരിക്കും ഇടുന്നത്. മൊത്തത്തിൽ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇടുന്നില്ല. ഇവിടുത്തെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അവിയലിലെ ക്യാരറ്റും ബീൻസും ഒക്കെ എടുത്തിടുന്ന പോലെ ക്യാരറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. ബാക്കി പച്ചക്കറികളൊക്കെ ഇനി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. എന്ത് പറയാനാ ഇവിടെ വന്നിട്ട്?
എനിക്ക് താഴത്തെ ബജി കഴിക്കാൻ തോന്നുന്നു. ഫോട്ടോഷൂട്ട് എൻ്റെതും അച്ഛൻ്റെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മേളിൽ മുറിയിലേക്ക് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് താഴെ ബീച്ചിൻ്റെ ഏരിയയിൽ പോകും. അവിടെ ബജിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്നെ അറിയാമെന്നുള്ളവർക്ക് നല്ലപോലെ അറിയായിരിക്കും എനിക്ക് ബജിയൊക്കെ എത്ര ഇഷ്ടമാണെന്ന്. അത് ഞാൻ ഇതുവഴി ഇറങ്ങാം, അച്ഛനെ വിളിക്കുന്നത്. അപ്പോൾ ബജിയൊക്കെ നമ്മളൊന്ന് ബജി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ താഴെ പോയി ഒരു ചായയൊക്കെ കുടിക്കാൻ, കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാനുള്ള ഒരു കാര്യം പറയാം. അത് വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. ഈ പഴത്തിൻ്റെ പേര് പറയും ഫ്രൂട്ട്. ഇറ്റ്സ് ലോക്കൽ ഫ്രൂട്ട്. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഞങ്ങൾ ക്ലോസപ്പിലോട്ട് ഇത് കഴിക്കാൻ പറ്റുമോ? കഴിക്കാം. ഇത് പഴുക്കണം. ഇത് പഴുത്തിട്ടില്ല, പക്ഷേ ഒരു പൊട്ട പേര്. അതെ, പൊട്ടിക്ക്. അച്ഛൻ പൊട്ടിച്ചോ? ഓ, പഴുത്തിട്ടില്ല. പഴുത്തിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. പഴുത്തിരുന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അവരുടെ ഷൂട്ടൊക്കെ അവിടെ നടക്കുകയാണ്. നമ്മൾ മേളിൽ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് കാട് ഇവർക്ക് കൊടുക്കണം. എൻ്റെ കാല് ഹീലിട്ട് നല്ല സൂപ്പറായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ ആയിന്ന് വിചാരിച്ചതാണ് വീഡിയോ, പക്ഷെ എൻ്റെ ആയില്ല. അപ്പം മുകളിലോട്ട് പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഡ്രസ്സെല്ലാം മാറി താഴത്തെ ബീച്ച് ഏരിയയിലോട്ട് പോകണം. ഇത് ഇവിടുത്തെ ലേക്ക് ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫോൺ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ വലിയൊരു ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വന്നാൽ പിന്നെ പ്രയാസമാണ്, പിള്ളേരുമായിട്ട് അടുക്കാൻ പറ്റും. സോ ഞാൻ ബജി കഴിക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ബാക്ക് ഫുൾ കടലാണ്. ഞാൻ പോയി ബജി സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സ്ഡ് വെജിറ്റബിൾസിൻ്റെ ബജിയാണ്. ഞാൻ ആദ്യം ക്യാരറ്റാണ് കഴിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ ക്യാരറ്റ് ബജി കഴിക്കുന്നത്. എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കഴിച്ചു പോയിട്ട് അറിയാം, പക്ഷേ അടിപൊളി ബജി മിക്സ്ചർ ഗംഭീരം. പക്ഷേ കെച്ചപ്പ് കിട്ടില്ല. കെച്ചപ്പ് കിട്ടിയിട്ട് ബാക്കി കഴിക്കുക. നല്ല വിശപ്പില്ല. മധുരം കൂട്ടിയ കട്ടൻ ചായ വന്നിട്ടുണ്ട്. ബജി അച്ഛൻ ഷാനി അമ്മുമൊക്കെ വരുന്നേ ഉള്ളൂ. ഓഹ്, ചൂട് കട്ടൻ ചായയും ചൂട് ബജിയും ഈ വ്യൂവും മച്ചാൻ അത് പോരെ അളിയാ. അങ്ങനെ ഇന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോയൊരു ദിവസമായിരുന്നു. ഫുൾ അഞ്ജലിയും എല്ലാവരുമായിട്ട്. ഒന്ന് രണ്ട് പറഞ്ഞതേ ഉള്ളൂ. അഞ്ജലിയുടെ കോള് താൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മളവിടെ പോയി വീഡിയോ എടുത്തൊക്കെ നമ്മൾ കിച്ചു ഞാനും വാസുവൊക്കെ വീഡിയോ എടുത്തൊന്നും അങ്ങനെ കംപ്ലീറ്റ് ഇടാൻ പറ്റിയില്ല. കാരണം നമ്മൾ ബിഹൈൻഡ് ദ സീൻ എടുക്കാൻ ഓർത്തില്ല. അപ്പോൾ നമ്മളെല്ലാം എടുത്തത് പോർട്രേറ്റിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ച കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനിതിനകത്ത് ആഡ് ചെയ്ത് തരാം. അതോ ഞാൻ ഈ പറയുന്നതിന് മുന്നേ അത് വന്നെന്ന് ഞാൻ എല്ലാം കൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്ത. ഏതായാലും വീട്ടിലോട്ട് ഇന്നാണ് നമ്മൾ അത്തപ്പൂവൊക്കെ ഇടുന്നത്. സാധാരണ ഞാനാണ് അത്തപ്പൂവിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഇന്ന് പൂക്കളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നോക്കട്ടെ. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ കൊറോണം വ്ളോഗ് എല്ലാവരും കണ്ടായിരിക്കുമല്ലോ. ഇത് അതിൻ്റെ ഒരു കൊറോണം 2.0 ആണ്. പൂക്കളും എല്ലാം ഇത്തവണ അത്യാവശ്യം കുറവാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. സാധാരണ വാങ്ങിയതിനെക്കാട്ടി റോസുണ്ട്. ഇത് ജമന്തി എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, എനിക്കറിയില്ല. മഞ്ഞ, പിന്നെ ഈ തൊട്ടാവാടിയുടെ ഇതുണ്ട്. തൊട്ടാവാടി അല്ലല്ലോ, ഇതിനെന്തോ പറയുന്നത്, അങ്ങനെ എന്തോ ഒരു പാക്കമുണ്ടല്ലോ അതിന്. വെള്ളപ്പൂവ്, പിന്നെ അതിനെ പിച്ചി വെച്ചിട്ടുണ്ട് അമ്മ കുറച്ച്. അത് പിന്നെ ഇതെന്തോ പച്ചക്കറി ഇലയാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ചട്ടിയും കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിച്ചിയുടെ. ഞാൻ എന്താ ഇപ്പോൾ കുറച്ച് പിന്നെ വീടെത്തിയതേ ഉള്ളൂ. എല്ലാവർക്കും ഇനി പിച്ചണം. ഞാൻ കഴിച്ചും കൂടെ കഴിഞ്ഞു. ഇനി പിച്ചാം. ഫസ്റ്റ് ഈ ഓറഞ്ച് പൂവാണ് പിച്ചാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതാണ് ഏറ്റവും എളുപ്പം പിച്ചാൻ, എളുപ്പപ്പണി. അപ്പോൾ ഇത് കുറച്ചൊന്ന് പിച്ചട്ടെ. അത് എല്ലാവരും ഇപ്പോൾ വരും. അമ്മ പുറത്ത് പോയിരിക്കണം അച്ഛനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തവണ ചെറിയൊരു ഡിസൈൻ പോലും അല്ല, വലുതായിട്ട് വരയ്ക്കാനൊന്നുമില്ല. ഇത്തവണ കുഞ്ഞ് അത്തപ്പം മതിയെന്ന് അമ്മ പറഞ്ഞു. കാരണം നമ്മൾ അധികം നേരം നാളെ വീട്ടിൽ കാണില്ല. നമ്മൾ എല്ലാവരും പുറത്ത് പോകും കഴിക്കാനായിട്ട് ഓബൈത്തമാരയിൽ. അപ്പോൾ നമ്മളാരും അധികം നേരം കാണത്തില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞത്തപ്പൂക മതി. ജസ്റ്റ് അതിൻ്റെ ചുറ്റും വരുന്ന ഫോട്ടോ എടുക്കാം. കാരണം ഓൾറെഡി ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞു. പിച്ചിട്ട് വരാം. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു ടൈം ലാപ്സ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൻസിക്ക ഇവിടെ അവളുടെ ഫോൺ വെച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് ഡബ്ബ എടുത്തൊരു എറിഞ്ഞു. എൻ്റെ ഫോൺ തെറിച്ച് തറയിൽ വീണു.
സ്റ്റൂള് ഇഷാനിയാണ് കൊണ്ടുവന്നത്, നമുക്ക് വേണം സ്റ്റൂള്. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ കൊടുക്കണം. ഇപ്പം ഇവിടെ ഓരോ ആംഗിളിലും നമ്മൾ ഈ സ്ഥലത്ത് CCTV ഒക്കെ വയ്ക്കത്തില്ലേ, അതുപോലെ ഓരോ ആംഗിളിലും ക്യാമറ ഉണ്ട്. എൻ്റെ ഇവിടെ ഫ്രണ്ടിലുണ്ട്, തൊട്ടപ്പുറത്ത് ഇഷാനിയെ ഫേസ് ചെയ്ത് ഒരെണ്ണമുണ്ട്, നേരെ അപ്പുറത്ത് സ്റ്റാൻഡൊക്കെ വെച്ച് ഞാൻ മാത്രം മനസ്സിലുണ്ട്. അമ്മു എടുക്കുന്നില്ല, അമ്മു ഇത്തവണ കുറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തവണത്തെ കുറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, അവിടെ ഒരാളും ചോദിക്കുന്നു ആരെങ്കിലും കൊല്ലണമെന്ന്. ഈ പൂ പിച്ചാനുള്ള ഡൗട്ടിലായിരുന്നു ഹൻസിക്ക. ഒരു സെക്കൻഡ് പോസ് ആയിപ്പോയി, മറ്റേ സെക്കൻഡ് പോസ് ആയിപ്പോയി. വിൻഡോ ഷട്ട് ഡൗൺ. അമ്മു ഇത്തവണ വ്ളോഗ് എടുക്കുന്നില്ല, അമ്മു എടുക്കുന്നില്ല. അതെ, പക്ഷെ ഇവിടെ നമ്മളെല്ലാരും എടുക്കുന്ന പോലെ എടുക്കുന്നില്ല. ഏത് രണ്ടെണ്ണം? ഓ മറ്റേ ഇത് ഇഷാനിയുടെ ഫോണാണ്, ഇത് ഹൻസിക്കയുടെ ഫോണാണ്. എല്ലാവർക്കും ഒരേ ഫോണാണ്. But it looks pretty in my camera. No, seriously. I look like a buffoon, but you look good. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. അത് പൊളി. ഇപ്പൊ ഇവിടെ ഇഷാനി പൂ പിച്ചാനൊക്കെ വന്നായിരുന്നു. അപ്പൊ പൂ കാഷ്വലായിട്ട് പിച്ചപ്പോൾ നമ്മളൊക്കെ സൈഡിൽ നിന്ന് ഓരോ കോമഡി പറഞ്ഞിരിക്കും. ഇഷാനി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ആ പൂ പിച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അതിനകത്തൊരു പുഴു വന്നു. ഇഷാനി ഒരു ഒറ്റ വിളി വിളിച്ചു. അത് ഇഷാനിയുടെ വ്ളോഗിനകത്ത് ഉണ്ടാവും ആ ഒരു വിളി. ആ വിളി ഒന്ന് കേൾപ്പിക്കും ഇഷാനി. കേട്ടല്ലോ? ഓക്കെ, ഇതാണ്. അപ്പൊ നിങ്ങളെല്ലാം ഇഷാന്റെ വ്ളോഗിൽ പോയി അത് കാണാൻ പറ്റും. ഞാൻ എൻ്റെ മുഖത്ത് അലോവേറ ഇട്ടേക്കാണ്. അതാണ് ഈ ഒരു വൃത്തിയുടെ പാടല്ല, ഈ ഒരു ഓയിൽനെസ് പോലെ ഇരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ഈ സമയത്ത് ഞാൻ ഇടാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മുഖം കഴുകും, അപ്പോൾ ഓക്കെ ആവും. പൂ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ വന്ന രണ്ട് കക്ഷികളാണ് ഇത് രണ്ടും. ഒരെണ്ണം എൻ്റെ അത്ര ഉണ്ട്, വേറൊരെണ്ണം കുറച്ചുകൂടെ ചെറുതാണ്. പുഴു കിടക്കുകയാണ്. അപ്പൊ തന്നെ മൂഡ് ഫുൾ പോയി പിച്ചാനുള്ള ഇഷാനി പുഴുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഞാനൊന്നിനെ കണ്ടു. എനിക്ക് ഇവിടെ എന്റെ ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വെച്ചേക്കുന്ന ലൈഫിൽ സ്ട്രെസ്ഡ് ആണ് ഇഷാനി. എനിവേസ് ലെറ്റ്സ് കണ്ടിന്യൂ. പൂപ്പിച്ചു അമ്മു ഇന്ന് മരിച്ചേനെ. കാരണം നമ്മളെ കാട്ടിലും പേടിയാണ് അമ്മൂന്. നമുക്ക് പല്ലി പോലെ നമുക്ക് ഇമാജിൻ പല്ലിക്കുന്നുണ്ടാ. ഞാൻ ഇന്ന് പൂ വെച്ചില്ല, എനിക്ക് പൂ വെച്ചാൽ പറ്റില്ല എന്ന്. ഞാൻ മെന്റലി ടയേർഡായി പോവും. ഓണപ്പാട്ടിൻ ഓറഞ്ച് പൂവിനകത്ത് എവിടെ തൊട്ടാലും പുഴുവായിരുന്നു. ഞാൻ ആ പൂവിനെ പിച്ചാൻ ശ്രമിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിലിങ്ങനെ, എനിക്ക് പൂവായിരിക്കും ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട്, പക്ഷേ എനിക്കത് പുഴുവായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പുഴുവിന് തൊട്ട് പിന്നെ പേടിയല്ല, പക്ഷെ ഒരു വൃത്തിയിട്ട ഫീലിംഗ് ആണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സാധനത്തിനെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കി. ഞാൻ ഓറഞ്ച് പൂ എടുക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു. ഞാൻ വെള്ളപ്പൂ മാത്രമേ ഇനി പിച്ചുന്നുള്ളൂ. ടൈം ലാപ്സ് അല്ലേ? ടൈം ലാപ്സ് അല്ല, വീഡിയോ. പൂക്കളിൽ ഏറ്റവും എളുപ്പം പിച്ചാൻ ഓറഞ്ചും ഈ വെള്ളയും പിന്നെ റോസ്. അവിടെ എല്ലായിടത്തും ഇതോടെ കൊണ്ടൊക്കെ വെക്കണം. 3 പേരും ഓരോരോ ക്യാമറ വെച്ചത് നോക്കിക്കൊണ്ട്. ഈ വെള്ള പോകാൻ തോന്നുന്നു ഏറ്റവും എളുപ്പം, പിടിക്കുന്നതിന് മുന്നേ ഇളകി വരും. ഇത് പിന്നെ റോസാപ്പൂ. ആക്ച്വലി ഓറഞ്ചും എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്കത് ചെറിയൊരു ടെററായിരുന്നു. കാരണം എൻ്റെ കൈ എനിക്ക് 2 വിരലും ചെറുതായിട്ടും ഒരു ചൊറിയുന്ന ഫീലിംഗ് ഉണ്ട്. ചെറിയൊരു ചൊറിയുന്ന ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഇനി അത് ആ പുഴുവിന് ഞാൻ ഒരു പുഴുവിനെ ഇങ്ങനെ പുഷ് ചെയ്തായിരുന്നു, അറിയാതെ പൂ പിച്ചുന്ന പോലെ. അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് മേർഡർ ചെയ്തു, തെറ്റല്ല. അപ്പോൾ അത് തന്നെ അതിനെന്തെങ്കിലും അത് കടിച്ചോന്നോ പിടിച്ചോ ഒന്നും എനിക്കറിയത്തില്ല.
അതിന്റെ അടി നോക്ക് അവിടെ എന്താ എനിക്കത് പേടിയായി പോയി. ഓറഞ്ച് പേടിയല്ല എന്തോ പോലെ. അപ്പൊ ഞാൻ ചിലപ്പോ നാളെ മൊത്തം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് അല്ല പൂക്കള്. ഇത്തവണത്തെ ഫ്രഷ് പൂക്കളല്ല. കഴിഞ്ഞ പ്രാവശ്യം കുറെ കൂടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഓറഞ്ച് പൂക്ക് എനിക്ക് ഓർമ്മയുണ്ട് 2 കവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ 2 കവറൊന്നുമില്ല. അത് കാരണം എന്താ? ആ ശരി. നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ഉപയത്തമാരെ പോകുന്നുണ്ട്. ഓ സോറി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് ഡെഫിനറ്റ്ലി നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളും വ്ളോഗ് ചെയ്യണം. അവിടെ കൊണ്ട് എല്ലാരും ഒരുപോലെ ഇരിക്കുന്നു. ഞാൻ ഇപ്പൊ ടൈം ലാപ്സ് ആണ് എടുക്കുന്നത്. എനിക്ക് വെറൈറ്റി വേണം. ഇവിടെ ഒരു വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. വെറൈറ്റി നേരത്തെ ഒരു തവണ ഒന്ന് ചാടിയായിരുന്നു. നിഷയുടെ ക്യാമറയിൽ കിട്ടി എന്തോ. എന്റെ കയ്യിൽ പുഴു വന്ന് തലയില്ല. എന്റെ കയ്യിൽ പുഴുവെല്ലാം വന്ന് 2 ദിവസം ഞാൻ വെറുതെ ഇരിക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ അതാവുമ്പോ ഇതിന്റെ ഇടയിൽ വണ്ടി നീല് പോക്കൊണ്ട് പിന്നെ അപ്പച്ചി ന്യൂസ് അല്ല എന്താ അത് തന്നെ ആണല്ലോ വണ്ടി പോയത്. അങ്ങനെയാണ് വണ്ടി. അമ്മ മാത്രമല്ല അച്ഛന് വന്നിട്ടുണ്ട്. അമ്മയടുത്ത് പുഴുക്കെന്ന് പറഞ്ഞാൽ മതി. അമ്മ ഇത് ഓറഞ്ച് പൂ തൊടൂല. അമ്മൂനോട് പറഞ്ഞാൽ മതി. ഹോളിൽ വരൂല. അച്ഛനാണ് വണ്ടി ഓട്ടിച്ച് വന്നത്. വിരിച്ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛനാണ് വണ്ടി ഓട്ടിച്ചത്. അമ്മ ബാക്കിയിരുന്നു. അമ്മയ്ക്ക് സാധാരണ ബാക്കി ഇരിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ അമ്മ ബാക്കിയിരുന്നു. ഞാൻ അമ്മയെ പോലെയാണ്, എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. ഹായ് വ്ളോഗ് ഓണം. That was not funny. അപ്പച്ചി ഫോണൊക്കെ ഉപയോഗിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഓടിയൊക്കെ വന്നു. ആ ഹൻസിക്കയുടെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ എടുക്കുകയാണ്. അമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നായിരുന്നു. എന്നിട്ട് ഏറ്റവും പഴയ നൈറ്റിയൊക്കെ ഇട്ടിറങ്ങി അത് പണി ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് കളർ പൂ അമ്മയുടെ അടുത്ത് വെച്ചാൽ പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനത് ക്വിറ്റ് ചെയ്തു. എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗാണ് പുഴു കയ്യിൽ വന്നത്. അത് ആദ്യം എനിക്ക് 1-2 കുഴപ്പമില്ല, പക്ഷെ 1-2 അല്ലായിരുന്നു, ഒരു 10 നമ്മൾ കണ്ടു കാണും. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനത് നിർത്തി. ആ പണി സമ്മതമായി. എനിക്കൊരു പുഴുവിനെ വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അമ്മയ്ക്ക് സാധാരണ പുഴു നമ്മളെയൊക്കെ കാട്ടിലും പ്രശ്നമാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് അല്ല, പൂക്കളിലെ പുഴുവിനൊക്കെ എന്തിനാ പേടിക്കുന്നത്? പേടിയല്ല, എനിക്ക് എന്റെ കൈ ഇവിടെയൊക്കെ ചോറിയുന്നു. ഇതെല്ലാം കളിച്ചു പോലും എനിക്കറിയില്ല. ഇട്ടിയുടെ സ്റ്റാൻഡും ക്യാമറയും കൊണ്ട് ഹൻസിക വന്നിട്ടുണ്ട്. സോറി, അമ്മയുടെ സ്റ്റാൻഡും കൊണ്ട് ഹൻസിക വന്നിട്ടുണ്ട്. മോഷണമാണ് പണി അല്ലേ? എന്റെ പ്ലേസ് All that is mine is my babies. ഞാൻ എൻ്റെ ഫേവറേറ്റ് പൂവിലേക്ക് വന്നിട്ടുണ്ട്. റോസ്. ഇതാകുമ്പോൾ ഒറ്റ പിച്ചിൽ സാധനം മൊത്തം കിട്ടും. ഇവിടെ ഞാൻ നിറച്ചു വെച്ച പാത്രം വേറൊരാൾ കഷ്ടപ്പെട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ റോസാപ്പൂ ഇത്രയും പിച്ചി കഴിഞ്ഞു. ഇതിനകത്ത് അടുത്ത് ഇത് വെച്ച
ഹൻസിക്ക് കുറച്ച് റോസാപ്പൂ മാറ്റി വെക്കാൻ പറഞ്ഞു. ഹൻസിക്ക് അത് പിച്ചാൻ എളുപ്പമുള്ളതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, എനർജി കിട്ടാൻ അല്ലേ. ആള് പാട്ടൊക്കെ തുടങ്ങി. ഉറക്കെ പാടിക്കോ. സീരിയസ്. ഓണപ്പൂവേ പൂവേ പൂവേ. ആള് ടെക്കിയാണ് ഇപ്പൊ ഫുൾ ടൈം. ഓണത്തിന് കുറച്ച് ഉറക്കം സംസാരിച്ചു. വീട്ടിന്റെ മുറ്റത്ത് അത്തപ്പൂ ഇടും. കൈ കൊട്ടി കളിക്കും. ആ കളിയുണ്ട്. കൈ കൊട്ടാതെ കളിക്കില്ല. പിന്നെ ഈ പല കണക്കിങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് ഒരാളെ അകത്ത് നിന്ന് പല പൊട്ടൂല. പൊട്ടിച്ച ആൾ വീഴും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും കൈ പിടിക്കും വന്നിങ്ങനെ പാട്ടും പാടും. തലയാട്ടം കളിച്ചെൻ്റെ തലയെല്ലാം ചുഴറ്റും ഉറക്കം പാടിക്കോ. സീരിയസ്. തലയാട്ടം കളിച്ചെൻ്റെ തലയെല്ലാം ചുഴറ്റും. ഉറക്കം പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അതിനെന്താ, പാട്ടല്ലേ. തലയാട്ടം കളിച്ചെൻ്റെ തലയെല്ലാം ചുഴറ്റുന്നു അണ്ണാക്കുഴലി തൊട്ടെണ്ണതായേ. രണ്ട് വലിയ പാടാവും. അത് അങ്ങനെ പല കളിയും കളിച്ചിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ കളിക്കാനും വയ്യ, കൊട്ടാനും വയ്യ, പൂ എടുക്കാനും വയ്യ. വയസ്സായില്ലേ. പാട്ട് കൊള്ളാം. ആ പാട്ട് കേട്ട് നോക്കുകൊള്ളാം. ഡിലീറ്റ് ചെയ്ത് കളയണം കേട്ടോ. ഡിലീറ്റ് ഒന്നും ചെയ്ത് തരത്തില്ല. മനസ്സൊക്കെ അങ്ങ് എൻജോയ് ചെയ്യാണ് അവിടെ. തലയൊക്കെ ഇറങ്ങി. ഹൻസിയുടെ ഫേവറേറ്റ് ക്രാൻബെറി ജ്യൂസ്. ഇതാണ് അമ്മയുടെ സ്പ്രിങ്ങിൽ പോയ ബ്ലോഗിൽ അമ്മ മേടിക്കുന്ന ജ്യൂസ്. വേഗം പിച്ചിക്കോ. ഓക്കെ, അങ്ങനെ പൂക്കളെല്ലാം പിച്ചി കഴിഞ്ഞു. ആ ഒരു വാടാമുല്ല, ഞാൻ നേരത്തെ തൊട്ടാവാടി എന്നാണ് പറഞ്ഞത്. വാടാമുല്ല മാത്രമാണ് പിച്ചാനുള്ളത്. അതിന് നമ്മൾ ജസ്റ്റ് ആ തണ്ട് മാത്രം കട്ടിയിട്ട് ചെയ്യും. ഇനി ഇത് ഈ ഏരിയയാണ് നമ്മുടെ അത്തപ്പൂ ഇടാൻ പോകുന്നത്. ഈ 4 സ്ക്വയറിനകത്ത് ചെറിയ സർക്കിളായിട്ടിടും. നടുക്ക് വിളക്ക് വയ്ക്കും. ഇവിടെ ഒരാൾ തലകുത്തി മറിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത്രയും നേരം എവിടെയായിരുന്നു കള്ളി? ഇതോ അടുത്ത കള്ളി. ഇവിടെ അത്തപ്പൂ ഇടാൻ പോവാണ്. അപ്പൊ നടുക്ക് നമ്മള് വിളക്ക് വെക്കാം. നമ്മൾ ഹൂലാപ്പൂച്ചിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഹൂലാപ്പൂപ്പ് ഇതിന്റെ ചുറ്റും വെച്ചിട്ട് അതിനകത്ത് ആദ്യം ഇടും. എന്നിട്ട് ഹൂലാപ്പൂപ്പ് എടുക്കുമ്പോൾ കറക്റ്റ് സർക്കിളായിരിക്കും. നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. തുടങ്ങിയിട്ട് കാണിക്കാം. ഇതൊരു പോയിന്റ് നമ്മൾ പൊക്കി മാറ്റണം. അല്ല, എനിക്ക് തോന്നുന്നേ ജസ്റ്റ് ഇപ്പൊ നമുക്ക് വെളിയില് ഇതിന്റെ കണക്കില് ഈ പോയിന്റ് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ, ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ, അങ്ങനെ എളുപ്പം പഠിക്കാൻ. ഇവിടെ ഒരു കളർ, ഇവിടെ ലൈക്ക് 2 ഓറഞ്ച് 2 യെല്ലോ. Then we can go white. We just do a basic അത്തപ്പൂ അല്ലേ? അത് മതി. അതിലും നമ്മളിങ്ങനെ അതൊന്നും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ആദ്യം നമ്മള് വാടാമുല്ലാണ് മേലിൽ കൊണ്ടുപോയി. പിന്നായിട്ടാ പോരെ ഇത്. തോന്നിക്കുകയും ചെയ്യും. ഗ്യാപ്പ് കണ്ടോ? എങ്ങനെ ഇടാം? Hello, hello. All the Joli colleagues can come. കൊഞ്ചിക ഇടാൻ വളർന്നിട്ടില്ല. ഈ വരയും ഈ വര കണ്ടോ? ഈ വരയും
അത് എളുപ്പമുണ്ടല്ലോ വിചാരിച്ചേക്കും. ഭയങ്കര ലോജിക് മാത്സ് ഒക്കെ പഠിച്ചത്. അതിന്റെ ബാക്കി ഇവിടെ ഇത്തിരി തിക്കായിട്ട് വേണമായിരുന്നു ഈ സൈഡിൽ കുറച്ച് എടുക്കാൻ പറ്റും. ഇവിടെയാണ് കുറച്ച് അധികം. ഞാൻ ഫൈനലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇവിടെ അത്തപ്പ് ഇട്ട് തീരാറിഞ്ഞ അത്ര നേരം ഫുഡ് കഴിക്കും. പൂപിച്ച് തീരാറായി ഉദ്ദേശിച്ചത്. അല്ലടാ റൂമില് അത്തപ്പൂ ഇട്ട് തീരാറായി പറഞ്ഞില്ല. കുഞ്ഞത്തപ്പൂ അല്ലേ? കുഞ്ഞത്തപ്പൂ അല്ലേ തവണ ഇടുന്നത്? പക്ഷെ കണ്ണാടി ഇട്ടിട്ടില്ലടാ. ഉണ്ട്. എല്ലാരും കളിയാക്കുന്നത് എടുത്തുവോ? സ്റ്റെപ്പിലെ കുട്ടി കുറച്ചൊരു പറ്റി ഫ്ലാറ്റ് ആക്കിക്കോ. അപ്പൊ ഹലോ ഹലോ പറയാനുണ്ടോ? ഉണ്ടോ അവിടെയൊക്കെ? ഹലോ 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 എല്ലാവരും കൂടെ ഞാൻ അമ്മയെ പോലെ ഒക്കെ വന്ന് ഇവിടെ ഇനി വേണ്ടോ? ലേറ്റായി പോയി. ഇവിടെ കുറച്ച് വേണോ അതോ ഇവിടെ കുറച്ച് ഇവിടെയാണ് ഇവിടെ ഇല്ല ഇവിടെ തിക്ക് ആക്ച്വലി കണ്ടിട്ട് തോന്നുന്നേ ഈക്വലാണ് ഈ സൈഡ് നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ സൈഡ് തിക്കാ. Want to show Hansika some things in 5 seconds. നമുക്ക് ഇതങ്ങ് ഫില്ല് ചെയ്താലോ? കയ്യിലേക്കോ? ഓക്കെ നൈട്ടി ഒത്തിടാതെ കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ബ്ലോഗ് എടുക്കുന്നില്ലെങ്കിൽ ആ സ്റ്റാൻഡ് ഒന്ന് കൊണ്ടുപോകാം മേളില് തോന്നുന്നില്ലേ? This too shall pass. അച്ഛനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പൊ ഓറഞ്ച് ഭയങ്കര ബൾക്കായിട്ട് വയ്ക്കുന്നത്. ഭയങ്കര തിക്കായിട്ട് ഭയങ്കര ഹായ് പെർഫെക്റ്റ് സർക്കിൾ. ന്യൂ ഹെയർ കട്ട് കിട്ടിയ പോലെ മഷ്റൂം കട്ട്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് തരേണ്ടത്. പിച്ചി ഇട്ടത് തൊട്ട് ആ വിളക്ക് വെച്ചത് വരെ ഫുൾ ക്രെഡിറ്റ്സ്. റോസ് 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 റെഡ് വെക്കാം. റെഡ് ആണ് എല്ലാ വർഷവും നമ്മൾ ഭയങ്കര വ്യത്യസ്തകരമായി ചിന്തിക്കുന്നത്. അല്ല ദിസ് ടൈം വി ഡിസൈഡഡ് ടു ഡു ദ മോസ്റ്റ് ബേസിക് because we are going out. Adalla I'm tired. Yeah, I'm also tired. All my memories are schools. Gap. Pacha leaf for ചെയ്യുമല്ലോ. ആക്ച്വലി നമ്മൾ സിമ്പിൾ ആയിട്ട് ഇട്ടാണല്ലോ അതിനൊരു ഭംഗിയുണ്ട്. കാരണം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, നീറ്റ് ആയിരിക്കും. ഓവർ എന്താ അതെന്താ ലൈറ്റ് വീഡിയോ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടായി പോയിട്ടാണ് നേരിടുന്ന. എനിക്ക് റോസ് പ്ലീസ് 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 എനിക്ക് കുറച്ചുകൂടെ വൈകിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഇങ്ങനെയോ ഇത്ര അങ്ങനെ ഇതിന്റെ അകത്ത് വെക്കാം. അങ്ങനല്ലേ എന്നിട്ട് കവർ ചെയ്യണ്ട. റോസ് എവിടെയാണ്? ഓ വെള്ളയാണ് തൊട്ടില്ല. തിക്നെസ് എങ്ങനെയാണ് ഇവിടെ എവിടെ കൂടണം എന്നുള്ളത് ഇപ്പൊ ആക്ച്വലി ഒരുവിധം കറക്റ്റ്. ഇവിടെ കുറച്ച് അത് ഒതുക്കിയാൽ മതി. കറക്റ്റ് ഒന്ന് റോസ് വരുമോ? ഐ തിങ്ക് ആ ഒരു ഏരിയ കുറച്ച് തിന്നായിരിക്കും അവിടെ.
ഇച്ചിരി ഒന്ന് fat. അത് ചപ്പിച്ചാൽ മതി. അപ്പോൾ correct ആവും. തരുമോ റോസ്? തിന്നോ? കുറച്ച് തിന്നാണ്. തിന്നാണ് ഫാറ്റായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ പിന്നെ ഇത് ഇല്ലാതാവും. പക്ഷെ നമുക്ക് അവിടെ നല്ല തിന്നാണ്. അവിടെ നല്ല തിക്കാണ്, ഇവിടെ തിന്നാണ്. അമ്മയുടെ സൈഡ് നല്ല തിക്ക്. അവിടെ കുറച്ചുകൂടെ അവിടെ ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മള് ഓസിയിലൊക്കെ വരച്ചൊക്കെ പെണ്ണിനെയൊക്കെ വരച്ചു തുടങ്ങി. എന്താ ഇനി ഗ്രീൻ ഇടണോ വൈറ്റ് ഇടണോ? ഞാൻ എന്തുവാണ് ഓവർറേറ്റഡ് ആർട്ടിസ്റ്റ്. I used to be a good drawer, but ഡ്രോർ അല്ല, ഡ്രോർ I think let's put green and then white and put one layer of material rose. time lapse Like pink. can't shine. പക്ഷെ എന്റെ വീഡിയോ ഓൺ ആണോ നോക്ക്. വൈറ്റ് ഗ്രീൻ ഈസി ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു സർക്കിൾ ഗ്രീൻ ഒരു സർക്കിൾ വൈറ്റ്. ബാക്കി ഓരോ ലൈൻ തീരുന്നില്ലേ? ആ ഏരിയ വൈറ്റ് ഗ്രീൻ അങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കണം. എല്ലാം ഒരേപോലെ വൈറ്റ്, ആണോ? അവിടെ വൈറ്റ്, ഇവിടെ green, അവിടെ ഗ്രീൻ. ഇവിടെ ഗ്രീൻ ഇട്ടോ. ഗ്രീൻ അത്രയ്ക്ക് ഉണ്ടോ? അതിന് വേണ്ടി ഇല്ലല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോ വൈറ്റിന് അല്ല, അവിടെ സെന്ററിൽ ഗ്രീൻ കൊടുക്കാം. അവിടെ ഗ്രീൻ നമ്മൾ ആ കവറിൽ കള്ളം പറഞ്ഞു. ശരി, എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, വൈറ്റ് പിങ്ക് വൈറ്റ് പിങ്ക് ഇട്ടാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ അത്തപ്പൂ ഇതുവരെ എത്തി. ഇനി ചെറിയൊരു പണി ബാക്കിയുണ്ടല്ലേ? ഇനി എന്താ ഇടാൻ പോകുന്നത്? അല്ല, റെഡ് നമ്മൾ ഇപ്പൊ ഇവിടെ ഇട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് റെഡ് വേണോ? അമ്മേ ഈശാനിക്ക് മുടി വീണു നമുക്ക് ജാപ്പനീസ് ആൾക്കാർ. Not Korean. Hansu, you. let's see. Stars are from aftermath. അയ്യോ, I'm not wearing good dress. Let's sing a song. I'm taking a vlog. Shall I sing? ഓണത്തിന്റെ പാട്ട് ആർക്കറിയാം? ഓണപ്പാട്ടും താളം തുമ്പപ്പൂവേ. മനസ്സിലായി കിങ്സിനെ ഒക്കെ പോലെ കിടക്കുന്ന പാട്ട് കേൾക്കാൻ. അതിനൊക്കെ അല്ല, അതേ എഫേർട്ടല്ലേ ഇങ്ങനെ ശരി, എനിക്ക് വിഷ് തരുന്നു. അത് ഇങ്ങനെ ആ തൈസിൽ താളം കൊള്ളും. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. അങ്ങനെ അവള് ഇവിടെ കിടന്ന് കരയും. ഹൻസിക്ക് കാട്ടിയും കരഞ്ഞിട്ടുള്ള ഇഷാനിയാണ്. ഇഷാനി എന്നോട് എപ്പോഴും കരയുന്നത്. ഹൻസിക്ക് പിന്നെ ഇങ്ങനെ കൊല്ലുന്ന എന്തിനാ? നിങ്ങളുടെ എനിക്ക് അവിടെ പോയി ഷിൻചാന്റെ പടം കഴിക്കണം. അത് കുഴപ്പമില്ല, പറഞ്ഞോ. ഹൻസിക വന്ന് ഇവിടെ ഇടാൻ നമ്മളെ സമ്മതിച്ചില്ല. എന്ന് She was making a call up. എത്ര വർഷം മുന്നേ? ഒരു 12-13 വർഷം മുമ്പ്. She was a baby. So like നമ്മളെ കൂടെ അവർക്ക് കുറച്ച് പൂ കൊടുത്തിട്ട് അവൾ അവിടെ വീട് പാവം. നമുക്ക് യെല്ലോ ഹൻസിനെ എച്ചിലാക്കി കണ്ട്. യെല്ലോ ഇവിടെ തീർത്തിട്ട് ഞാൻ എന്റെ സ്പെഷ്യൽ ആത്തപ്പോ ഇവിടെ കിട്ടോട്ടെ. അയ്യോ അത് വേണ്ട. പക്ഷെ ഹൻസിക 5 മണിക്ക് എണീക്കണം. ഷിൻചാന്റെ ഐബ്രോ ഇങ്ങനെ ഇരിക്കുന്ന പഴം വരച്ച് ചെയ്യും. ബാൽക്കണിയിൽ ഞാൻ എണീറ്റിട്ടായിട്ടോ. ഓ, ഇഷാനിയുടെ ആ ഒരു ഡെഡിക്കേഷൻ. ഇത് കേറ്റാൻ പോയപ്പോ ഇങ്ങനെയൊക്കെ. ഇഷാനി, ഇപ്പൊ നീ ആ ഫീവറിലെ സ്റ്റെപ്പ് ചെയ്തതായിട്ട് ഞാൻ കണ്ടായിരുന്നു. ഹൻസിക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത് അവിടെ എല്ലാം വിളിച്ചു തരുന്നത്. ഇഷാനി കഴുത്തുവേന എടുത്ത പോലെ. ഹൻസു കാണിച്ചേ. അമ്മ അടുത്ത കിങ്. അമ്മ കിങ് കിങ്. എപ്പോഴും ഇഷ്ടാണ് സൈഡില്. വിഷ്ണു ജോലി കളി ജോലി
ഉയ് Wait, can someone give me yellow? yes One second. yes sorry Yes, sorry. ഏയ് വേണ്ട വേണ്ട. No, but that's actually not the real dialogue. So no one will understand. We actually made it. that's our thing actually. Yeah, it's our. It'll stay inside screen, so it's okay. No, it's now it's not gonna It's stay. like fat. Not like that, but then nobody will understand what we're Yeah, talking yeah, about actually. Oh my god, അമ്മേനെ burn ആയ സ്ഥലത്തിന്റെ എന്തൊക്കെ പിളകി വന്നു. You don't like ഞാൻ ഒന്നും വേണ്ട. ചെയ്തില്ല, താനെ ഇളകി. medicine. What medicine? Burn on. I don't know. ഉള്ളതിന്റെ കൂടെ കത്തിക്കാണ്. ഇതില് ഹായ് ഇപ്പൊ നമ്മുടെ അത്തപ്പൂ നല്ല ഭംഗിയുണ്ട്. Charlie. Oh. Please give me yellow one. the whole package and put it there. Sugar. അയ്യോ ഹൻസ് കൊളവാക്കൂടാ. Excuse me. Underestimate me. ഹൻസിന്റെ പ്രായമുള്ളപ്പോഴാണ് ഓസി ഇവിടെ വരെ. ഓക്കെ, അങ്ങനെ അത്തപ്പൂ താഴത്തത് കഴിഞ്ഞു. ഇനി സിറ്റ് ഔട്ടിൽ നാളെ ഹൻസൊക്കെ ഇടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാൽക്കണിയിൽ അമ്മ ഇടും. ഇനി ബാക്കി നമുക്ക് നാളെ ഓബായ് തമാരയിൽ പോയിട്ട് കാണാം. Is Onam celebrated only in Kerala. നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് ഗ്യാപ്പ് കാണുന്നെങ്കിൽ ഫീൽ ചെയ്യും. ആക്ച്വലി നമുക്ക് ഈ എന്താണ് ഇതില്ലേ ഇല്ലയോ വാടാ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ അപ്പൂപ്പനും അമ്മയും വന്നിട്ടുണ്ട്. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഓബായ് തമാരയിൽ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോകും. പക്ഷേ അച്ഛൻ്റെ ബ്രദറും വൈഫും നമ്മുടെ കസിനൊക്കെ വരുന്നുണ്ട്. അപ്പം ഇപ്പം ഇവരുടെ ഫോട്ടോ എടുക്കാൻ പോകണം. തൊട്ട് മുന്നേ ആയിട്ടൊരു വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ചക്കരക്കുട്ടി. ശരി, ആദ്യം നിങ്ങൾ രണ്ടുപേരും. കണ്ണാടി തന്നോ അമ്മ? സോ നമ്മളെല്ലാവരും മേളിൽ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. താഴെ അത്തപ്പൂ ഉണ്ട്, മേളിൽ ബാൽക്കണിയിലാണ്, പക്ഷെ നല്ല ലൈറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങോട്ട് വാ, അപ്പൊ ഇങ്ങോട്ട് വാ. അമ്മയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് വട്ടാണ്. ഈ വട്ടം കണ്ട ഇതാണ് എന്നെ ഫോട്ടോയ്ക്ക് വാ. അപ്പച്ചി ഇവിടെ വന്നോ ആദ്യം. സയാമയാക്കട്ടെ പ്ലീസ്. അവിയലും അതും ഇതൊക്കെ ഇങ്ങനെ എടുക്കും. ഇവരുടെ വ്ളോഗ് നടക്കുകയാണ്. ഓ ഹലോ. ഹായ്. അത്തപ്പൂ ഹൻസ്കയാണ് ഹൻസ്ക ഇട്ടേ. അതെ. എപ്പോഴാണ് എണീച്ച? 5 മണിക്ക് എണീച്ച. സോൾ ഇറങ്ങി വന്നിട്ട് പക്ഷെ എനിക്ക് ഷിൻചാണ് അത്തപ്പൂ എന്നെ ഇടാൻ സമ്മതിച്ചില്ല. അപ്പത്തേക്ക് അമ്മ പൂവെല്ലാം എടുത്തോണ്ട് ഹൻസ്ക യു ലുക്ക് വെരി പ്രിറ്റി. എനിക്കൊരു പൊട്ട് തരുമോ? പൊട്ടുപോയിട്ട് ഇത് ഓറഞ്ച് കളർ, എനിക്ക് റെഡ് കിട്ടാതെ അവർ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പരിപാടി ചെയ്യണമായിരുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എല്ലാരും നന്നായി. ഭയങ്കര ക്ലാസ് ബോർഡ്. മാത്സ് ടീച്ചറും കെമിസ്ട്രി ടീച്ചറും. അപ്പച്ചി മാത്സ്. അപ്പച്ചി ഡെഫിനറ്റ്ലി മാത്സ്. ഡെഫിനറ്റ്ലി മാത്സ് ടീച്ചർ. ഈ വയറി പിടിക്കല്ലേ കുട്ടി. ഇതില് എനിക്കും അപ്പച്ചിക്കും എടുത്തരും. പിന്നെ അപ്പച്ചി ഭയങ്കര അപ്പച്ചിയുടെ ഫാൻസ് ആണ് എല്ലാരും. എനിക്ക് അപ്പച്ചിയുടെ ഒരു ഫോട്ടോ. എന്റെ ഐഷാഡോ എനിക്കിടാൻ അറിയാത്തൊരു തെറ്റല്ല. ഇട്ടി ഇട്ടി. ആ അതാണ് അതിന്റെ വൈബ്. കഴിഞ്ഞു 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 കഴിഞ്ഞു. വിറയ്ക്കണം. ആ അതാണ് അതാണ് വിറയ്ക്കണം. അതാണ് ഒരു തവണയും കൂടെ അങ്ങനെ നിന്നേ. രണ്ടുപേരും സീരിയസ് ആയിട്ട് നിന്ന് ടഫായിട്ട് നിന്ന് ടഫായിട്ട് നിന്ന്. ഹൻസ് കൊള്ളാന്ന് അഞ്ജലി പറഞ്ഞപ്പോ ഞാൻ കൊച്ചു വീഡിയോ ആയിട്ട് ഹൻസിക്ക സോ പ്രിറ്റി. ഞാൻ പറഞ്ഞ അത് എന്റെ 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 അനിയത്തി ആയോണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്നെ എന്താ വിളിക്കണേ? സ്പനേസ്. നമ്മൾ സ്പന്നയുടെ കഥ ഇഷാനി എടുത്ത ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് സ്പന്നി ഫോം ആയത്. ഞാൻ അറിയില്ലല്ലോ. അനന്തപുരി അനു തുടങ്ങിയത്. അനു
ഓക്കെ, അങ്ങനെ നമ്മൾ ഓബൈ തമാരയിലേക്ക് പോവുകയാണ് ലഞ്ച് കഴിക്കാൻ. അവിടെ പോയതിന് ശേഷം ബാക്കി കാണിക്കാം. സൂപ്പർ. ആരിറക്കുമ്പോൾ ഗേറ്റ് പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങുവാണ് പോവാൻ. അപ്പച്ചിക്കൊരു സന്തോഷമില്ലല്ലോ പോണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് പോകാൻ ഇഷ്ടമല്ല അമ്മേ. അതുകൊണ്ട്. അതെന്താ ഇഷ്ടമല്ലാത്ത? കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഓണം. കൊച്ചു പിള്ളേർക്കുള്ളല്ലോ സദ്യ. നമുക്ക് ഏതെങ്കിലും കഴിച്ചാൽ പോലെ നിങ്ങളിപ്പോ എത്തിയുള്ളോ? ഷാനി ഓടി അകത്ത് പോവാ. ഷാൻ്റെ മുടി അലമ്പാവും എന്ന് പറഞ്ഞത്. നമ്മൾ ഓബൈ തമാര എത്തിയിട്ടുണ്ട്. ഞാനും ഹൻസിക്ക് അപ്പച്ചി ഷാനി അച്ഛനും ഫസ്റ്റ് എത്തി. ബാക്കിയുള്ളവർ വരുന്നതേ ഉള്ളൂ. അമ്മു അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും. ഓക്കെ, അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, അത് അവിടെ ഉണ്ട്. ഇവിടെ ഇവരുടെ ഓബൈ തമാരയിലോട്ട് പോവാണ് ലഞ്ച് കഴിക്കാൻ. അച്ഛനും ഞാനും ഇഷാനിയും ഹൻസിക്കും അപ്പച്ചിയും ആണ് കിയ വണ്ടിക്കകത്ത്. മറ്റേ ഐറ്റൻ ചെറിയ വണ്ടിക്കകത്ത് അമ്മയും അമ്മുവും അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ്റെ ചേട്ടനും വൈഫും നമ്മുടെ കസിൻ തനീഷയും. കണിസാറില്ലേ? അതെന്താ? ഓ ഓക്കെ. അപ്പോൾ അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫും പിന്നെ നമ്മുടെ കസിൻ തനീഷ, നമ്മളിത്രയും പേരും അപ്പൂപ്പനും അമ്മയും നമ്മളിത്രയും പേരാണ് ഇന്നവിടെ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ടാവാം. എനിക്കൊരു നമ്മുടെ കസിനാണ് തനീഷ. ഹായ്, ഇത് ടെക്നിക്കൽ വല്യമ്മ. ഹായ്. അമ്മൂമ്മയെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച. ഇത് വേറൊരു അമ്മൂമ്മയാണ്. ഹായ്. ഇതാണ് തനീഷ കേട്ടോ. നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുകയായിരുന്നു. തനീഷയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സാണ്? തനീഷയ്ക്ക് 18 ആണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തനീഷയ്ക്ക് ഒരു 10-11 വയസ്സൊക്കെ ഉള്ളൂ. നീ ജനിച്ചിട്ടില്ല. പൊക്കോന്ന്. അയ്യോ, തനീഷ എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. നമ്മുടെ അധികം വലിയ വ്ളോഗിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. തൻവീനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇതാണ് തനീഷ. ഇവർ രണ്ടുപേരും എൻ്റെ ഫസ്റ്റ് കസിൻസ് ആണ്. തനീഷ അച്ഛൻ്റെ സൈഡിലാണ്, തൻവി എൻ്റെ അമ്മയുടെ സൈഡിലാണ്. അല്ലേ? തനീഷ കോളേജിൽ തീർന്നോ? അഡ്മിഷൻ നടന്നുള്ളൂ. ഏത് സബ്ജക്റ്റാണ് പ്ലാനിങ്? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഞാൻ പഠിച്ച അതേ കോളേജിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ശരി. ഓബൈ തമാര ഇതാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കേട്ടോ. പൊട്ടിക്ക് വന്ന് ഫൈനലി എൻ്റെ വിശപ്പ് മാറാൻ പോകുന്നു. ഇവിടെ എല്ലാവരും പരിപ്പൊഴിച്ചു, ഹൻസിക്കൊക്കെ ഒഴിച്ചു. ഞാൻ സാമ്പാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടോട്ടെ ഞാൻ സാമ്പാറിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഈ മധുരക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൂട്ടത്തിൽ കഴിക്കുന്ന കറി ഇതാണ്. പക്ഷെ എനിക്കിത് എക്സ്ട്രാ വേണം. ഇതല്ല, സോറി, ഇത് എക്സ്ട്രാ വേണം. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പു എന്താ പറഞ്ഞേ? ഞാൻ ഇപ്പം എന്താ കാണിക്കാൻ നടക്കും. അപ്പു പറഞ്ഞു അയ്യോ ആൾക്കാരൊക്കെ കാണൂല. ആ കറങ്ങിയിട്ടാ ചെയ്യണം, അതാണ് ഫീല്. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് അതെനിക്ക് ഇവിടെ ഒരാളെ 2 മണിക്കൂറായിട്ട് കഴിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞു. അത് കാരണം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഓബൈ തമാരല്ല പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഓണം വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇത്തവണ അത് പറ്റിയില്ല. കാരണം വൈഷ്ണവൊക്കെ അവൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ പോയി. എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ ഫാമിലി ടൈം അല്ലേ. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഇൻട്രൂഡ്. പിന്നെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെയും പരിപാടികളുണ്ടായിരുന്നു. സോ അപ്പോൾ പിന്നെ നമുക്കിനി വീടെത്തിയിട്ട്
അല്ല വീടെത്തിയിട്ട് കാണാമൊന്നുമില്ല, ഇവിടെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണല്ല. ഇല്ല, ശരി, ഓക്കെ, ബൈ.